ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തത് തള്ളിത്തരാൻ ചുമ്മാ തള്ളേ. കാരണം 320 കിടക്കുന്നേ ഉള്ളൂ, നമുക്കൊന്ന് മുന്നോട്ട് പോകണ്ടേ. പിന്നെ വലിയ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും @107 നമ്മുടെ ഇൻസ്റ്റാ പേജിൻ്റെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇതൊരു റോസ്റ്റിംഗ് ടൈപ്പ് വീഡിയോ ആണേ. കുറേ നാളായില്ല നമ്മൾ റോസ്റ്റിംഗ് ടൈപ്പ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയിക്കാം. കോണ്ടന്റ് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ജസൽ കാർണേറോ, നമ്മുടെ മുൻ ക്യാപ്റ്റൻ, 2019 നമുക്ക് വേണ്ടി കളിക്കുകയും 2023 നമ്മളെ വിട്ടുപോവുകയും ചെയ്ത നമ്മുടെ സ്വന്തം ക്യാപ്റ്റൻ ജസൽ കാർണേറോ, അദ്ദേഹം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറി കോമഡിയാണ്. അതായത് ജസ്റ്റിൽ അങ്ങനെ പറഞ്ഞ മോശം, നമ്മുടെ സിഒക്ക് വിഷമാവത്തില്ലേ, അപരാധങ്ങൾ മാത്രം ചെയ്ത് നമ്മുടെ സിഒക്ക് അതെല്ലാം വിഷമാവും, പാവം, അങ്ങനെ പറയരുതായിരുന്നു കേട്ടോ. അത് പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ, അഭിക് ചാറ്റർജി ആൻഡ് കരോളി സ്കിൻ കേസ്, ഒന്നില്ലെങ്കിൽ ഇവർ ഡ്രഗ്സ് ആണ്, കഞ്ചാവാണ്, ഓക്കെ, പിന്നെ അല്ലെങ്കിൽ ഇവർ മണ്ടന്മാരാണ്, സ്റ്റുപ്പിഡ്, ഓക്കെ, അല്ലെങ്കിൽ ഇവന്മാര്, അല്ലെങ്കിൽ പിന്നെ കരോളിസിനെ ചൂണ്ടിയിട്ട് കരോളിസിനെ ഇതാക്കി പറയുന്നുണ്ട്. കരോളിസ് ഒരു വെള്ള പന്നിയാണ്, വൈറ്റ് പിഗ് ആണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഡ്രഗ്സ് ആണെന്ന് പറഞ്ഞതെല്ലാം ഓക്കെ, കാരണം അത് വേണമെങ്കിൽ, കാരണം അതായത് കാണിച്ചു കൂട്ടുന്ന അപരാധങ്ങൾ അങ്ങനത്തെ ആണല്ലോ. ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത രീതിയിൽ അങ്ങ് പോവാണല്ലോ അണ്ണന്മാർ. അനിയന് ചേട്ടനും കൂടെ അങ്ങ് പോവുക. എന്തൊക്കെയാണ് അനിയന് ചേട്ടനും കൂടെ ചെയ്തു കൂട്ടുന്ന അപരാധങ്ങൾ, പറയേണ്ട ആവശ്യമില്ലല്ലോ അതൊന്നും. പിന്നെ മണ്ടരാണെന്ന് പറഞ്ഞത് ഓക്കെ, കാരണം ഇവന്മാര് പൊട്ടന്മാരാണെന്ന് നമുക്കും അറിയാം, കളിച്ചു പോയ താരങ്ങൾക്കും അറിയാം. കാരണം എന്ന് വെച്ചാൽ, ഇവന്മാര് ഈ സ്പോർട്ടിങ് മികച്ച രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോൺസർഷിപ്പുകൾ കൂടുതലായി വരും, റവന്യൂ അതോടെ കൂടും, ഫാൻസ് കയറാൻ തുടങ്ങും, ടിക്കറ്റ് റവന്യൂ കൂടും, ഉമാരുടെ ചിപ്സോ ഗോലീസോടെ എന്താന്ന് വെച്ചാൽ ബിസിനസ് നന്നായിട്ട് കൂടും. ഇപ്പൊ പൊറോട്ട ആണെങ്കിൽ കെട്ടിക്കിടക്കുന്നതെന്ന് തോന്നുന്നു, മറ്റേ സിനിമയിൽ പറയുന്ന പോലെ. പക്ഷെ ഈ വെള്ളപ്പന്നി എന്ന് പറഞ്ഞത് കുറച്ച് കൂടി പോയില്ലേ ജസൽ അണ്ണി, കുറച്ച് കൂടി പോയില്ലേ. കാരണം അതൊരു അധിക്ഷേപമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അത് ഒരിക്കലും നമുക്ക് വെച്ചുറപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അത് പ്രത്യേകിച്ച് അത് ഫുട്ബോളിൽ വെച്ചുറപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഞാൻ ഒറിജിനൽ ഓഡിയോ ഫയൽ എൻ്റെ കിടപ്പുണ്ട്, ഞാനൊന്ന് പറ്റുമെങ്കിൽ സ്റ്റോറി ആക്കി ഇട്ടേക്കാം ഇൻസ്റ്റയില്. പൊന്നണ്ണന്മാര് എന്തായാലും മുൻ താരങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. നമ്മുടെ ഇനി ഹർമൻജോത് സിംഗ് അവരൊക്കെ അൺഫോളോ ചെയ്തതാണല്ലോ, മിക്കവാറും അവർ വരും. അതേപോലെ ഓരോ പേരുടെ ഡയസ് വരും, പലരും വരും. ചുരുക്കം പറഞ്ഞ അണ്ണന്മാരുടെ ഷഡ്ഡി കീറാറായി എന്ന് അർത്ഥം. നീലിൻ്റെയൊക്കെ മുഖംമൂടി മിക്കവാറും അഴിഞ്ഞു വീണാണ്, ഒന്നും കൂടെ ഒന്ന് അഴിഞ്ഞ് വീഴും. അടുത്ത അപ്ഡേറ്റ് എന്ന് വെച്ചാൽ, നമ്മുടെ അഭിക് ചാറ്റർജി, നമ്മുടെ സ്വന്തം CEO, അണ്ണൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. അണ്ണൻ പറയുകയാണ്, നമ്മൾ ഒരു ഓഡിറ്റിംഗ് ബുക്ക് പുറത്തിറക്കാൻ പിന്നെ ഇത്രയും നാള് എല്ലാം ചെയ്തിട്ട് അങ്ങ് പൂർത്തിയാക്കിയിരിച്ചല്ലേ എല്ലാം. എന്നാണോ ഉണ്ടോളൂ. അതേപോലെ തന്നെ അണ്ണൻ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഓഡിറ്റിംഗ് ബുക്ക് പുറത്തിറക്കിയതിന് ശേഷം, അതായത് ഈ സീസണിൽ എങ്ങനെയാണ് നമ്മുടെ ഫണ്ടുകൾ സ്പെൻഡ് ചെയ്തത്, എങ്ങനെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്ന് എല്ലാം ഫാൻസിന് അറിയാൻ പറ്റും. അത് പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. ഓഡിറ്റിംഗ് ബുക്ക് ഇറക്കുന്നത് ഓക്കെയാണ്, പക്ഷേ അവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ പിള്ള സാറേ. കാരണവേ, ഉഡായിപ്പിൻ്റെ ഡാഡിമാരാണ് നിങ്ങൾ. അപ്പം ഓഡിറ്റിംഗ് ബുക്കല്ലേ, എന്ത് വാങ്ങാത്തൊരു കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ലെന്നാണ് ഒരു ഫീൽ. കാരണം നമ്മുടെ ഉഡായിപ്പിൻ്റെ ഒരു ഉസ്താദന്മാരായ നിങ്ങൾ 3 പേര്, അതായത് നമ്മുടെ സ്വന്തം ഓണറായ നിഖിൽ ബി നിമഗത, പിന്നെ നമ്മുടെ സ്വന്തം അഭികേട്ടായി നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജി, പിന്നെ നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസ് മാമൻ, ഇവരെല്ലാവരും അല്ലേ ഇരിക്കുന്ന. അപ്പം എന്തുകൊണ്ട് ഒരു കാര്യമില്ലെന്നാണ് ഒരു. പക്ഷെ സത്യസന്ധമായിട്ട് പുറത്തോട്ട് കഴിഞ്ഞാൽ ഇവന്മാരുടെ ചിപ്സ് കമ്പനിക്ക് വേണ്ടി ചിലവഴിച്ചതും, ഇവന്മാരുടെ ഗോലിസോടയ്ക്ക് വേണ്ടി ചിലവഴിച്ചതും, ഇവന്മാരുടെ മറ്റേ ഏതാ ചിഷുക്ക് വേണ്ടി ചിലവഴിച്ചതും ഒക്കെ പുറത്ത് വരും. സോ അണ്ണൻ എസ്കേപ്പ് ആവാനുള്ള വഴിയാണോ നോക്കുന്നതെന്ന് ഒരു ഡൗട്ടില്ലാതില്ല. അപ്പോൾ എന്താണ് ഗൈസ് നിങ്ങൾക്ക് പറയാനുള്ളത്? വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിരുന്നതേ. ബൈ.